മുമ്പേത്തെ KC ജോസഫ് 25 കൊല്ലം 30 കൊല്ലം ഇവിടെ ഉണ്ടായിട്ട് ഇരിക്കൂർക്കാർക്ക് ആർക്കും അറിയും കൂടി ചെയ്യൂല. മറ്റേ മലയോര മേഖലയിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഈ KC ജോസഫിന് ഇരിക്കൂർക്കാർ ആരും കണ്ടിട്ടില്ല, ഇരിക്കൂർ പഞ്ചായത്തിൽ ആരും കണ്ടില്ല. ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ പിണറായി പാവങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട്. അത്ര അരി കൊടുത്തിട്ടും ഫ്രീ അരി കൊടുത്തിട്ടും പിന്നെ പെൻഷൻ കൊടുത്തിട്ടും 1000 രൂപ കൊടുത്തിട്ടും ഇങ്ങനെ പാവങ്ങൾക്ക് എല്ലാ ഉപകാരം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇരിക്കൂറിലെ ജനങ്ങളും മാറി ചിന്തിക്കുമെന്നുള്ള കാര്യമാണ്, അത് ഉറപ്പാണ്. മോശം എന്ന് പറയുന്നത് ഇപ്പം ഉള്ള സാധനം നമുക്ക് ഓട്ടോ ഓടിക്കാൻ എത്ര വിലക്കയറ്റൊക്കെ, എല്ലാ സാധനത്തിനും വിലക്കയറ്റല്ലേ. ഇപ്പം ബ്രേക്ക് എടുക്കുന്ന ചാർജ് മിഞ്ഞാൽ ബ്രേക്ക് എടുത്താൽ ചാർജ് 1400 1000 റുപ്യ 1400 എല്ലാവരും കയറ്റില്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയ അവസ്ഥയാണ്. നമ്മൾ 30 റുപ്യ 30 അല്ലാണ്ട് ₹1 കൂടുന്നില്ല. നല്ല ഉപകാരിയാണ്. കണ്ണൂരിലെ ഇടതുകോട്ടകൾക്കിടയിൽ UDFനെ മാത്രം വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. അതാണ് ഇരിക്കൂർ. മലയോര മേഖലയായ ഇരിക്കൂർ മണ്ഡലത്തിൽ 1982 മുതൽ 2021 വരെ KC ജോസഫായിരുന്നു തുടർച്ചയായി MLA. 2021 KC ജോസഫ് മാറുന്നു. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഇവിടെ മത്സരിക്കുന്നു. അദ്ദേഹവും 10,000-ലേറെ വോട്ടിന് ഇവിടെ ജയിക്കുകയായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാണ് ഇരിക്കൂർ ചിന്തിക്കുന്നത്? സിറ്റിംഗ് MLA സജീവ് ജോസഫ് തന്നെ വീണ്ടും ഇരിക്കൂരിൽ മത്സരിക്കുമോ? മറ്റു സ്ഥാനാർത്ഥികൾക്ക് സാധ്യതയുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നോക്കാം. മണ്ഡലത്തിൽ ഇപ്പോഴത്തെ MLA പറ്റി പരാതിയൊന്നുമില്ല. മണ്ഡലത്തിൽ എല്ലായിടത്തും അയാൾ വരുന്നുണ്ട്. എല്ലായിടത്തും വിളിച്ച ഏത് സന്ദർഭത്തിലും എത്തുന്നുണ്ട്. നേരത്തെ ഉള്ള MLA അയാൾ കോട്ടയംകാരനല്ലേ, അപ്പോൾ നാട്ടുകാരനെ തന്നെ MLA ആയി കിട്ടിയത് കൊണ്ട് വളരെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ തങ്ങിയിട്ട് പോകുമ്പോൾ അതിൻ്റെതായ വിഷമ ബുദ്ധിമുട്ട് നാട്ടുകാർക്കുണ്ട്, അയാൾക്കുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടുകാരൻ തന്നെ ഇപ്പോൾ MLA ആയതുകൊണ്ട് ഏത് സമയത്തും ഏത് സന്ദർഭത്തിൽ വിളിച്ചാലും ആളെ കിട്ടുന്നുണ്ട്. എന്തായാലും കൂടാനാണ് സാധ്യത. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട MLA ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭൂരിപക്ഷം കൂടുകയാക്കും. ഇരിക്കൂർ മൊത്തം UDF ഒരു മാറ്റം ഉണ്ടാവില്ല. ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ പിണറായി പാവങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട്. അത്ര അരി കൊടുത്തിട്ടും ഫ്രീ അരി കൊടുത്തിട്ടും പിന്നെ പെൻഷൻ കൊടുത്തിട്ടും 1000 രൂപ കൊടുത്തിട്ടും ഇങ്ങനെ പാവങ്ങൾക്ക് എല്ലാ ഉപകാരം ചെയ്യുന്നുണ്ട്. പറയാൻ പറ്റില്ല. എന്തായാലും അവര് മോശമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് പാവങ്ങളോട് സഹായിക്കുന്നുണ്ട്. ഇരിക്കൂറ് കേരളത്തിലെ പൊതുവായിട്ടുള്ള തരംഗം പോലെ കേരളത്തിലെ 10 വർഷമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും തുടർഭരണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇരിക്കൂറിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ഇരിക്കൂർ താലൂക്ക് ആശുപത്രി, അതുപോലെ ഇരിക്കൂർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ഇരിക്കൂറിൻ്റെ പരിസരത്തുള്ള റോഡുകൾ, ഇരിക്കൂർ റേഷൻ സംവിധാനം, സപ്ലൈകോ, ഇതൊക്കെ ജനങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇരിക്കൂറിലെ ജനങ്ങളും മാറി ചിന്തിക്കുമെന്നുള്ള കാര്യമാണ്, അത് ഉറപ്പാണ്. പതിറ്റാണ്ടുകളായിട്ട് 82 മുതൽ KC ജോസഫ് തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ഇപ്പോഴത്തെ MLA കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. എന്നിട്ടും എങ്ങനെയാണ് LDF തിരിച്ചു വരിക? അല്ല, വ്യക്തികൾക്കല്ല പ്രാധാന്യം ജനങ്ങൾ കൊടുക്കുക, അത് കുറച്ച് ഭക്തന്മാരുടെ കാര്യം മാത്രമാണ്. സാധാരണക്കാർ, നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ, നാട്ടിലെ സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുക. ഇരിക്കൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് നല്ല MLA ആണോ? നല്ല MLA, നല്ല ഉപകാരിയാണ്. ത്യാഗം ചെയ്ത് നല്ല സേവനം ചെയ്ത് ഇവിടെ വികസനത്തിന് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. ഇരിക്കൂർ മണ്ഡലത്തിൽ UDFനാണ് സാധ്യത. ഇരിക്കൂർ ഇപ്പോഴത്തെ MLA മത്സരിക്കണം തീർച്ചയായിട്ടും. നല്ല പ്രവർത്തനമാണ്. അതായിരുന്നു. പക്ഷേ ഇരിക്കൂറിന് ഒരു പരിഗണന കൊടുത്തിട്ടില്ല. KC ജോസഫ് ഉണ്ടായിരുന്നിട്ട് കാലത്ത് ഇരിക്കൂർ ഒരു ഭരണ സ്ഥിരാകേന്ദ്രമാണെങ്കിലും ഇരിക്കൂറിന് വികസന ഗുണങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇരിക്കൂർ മണ്ഡലത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ UDF ആണ് സാധ്യത ഉള്ളത്. പക്ഷേ ഇന്നത്തെ ജനങ്ങളെ ഓരോ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഇപ്പം വിലയിരുത്താൻ പറ്റില്ല. ഇപ്പോൾ LDFന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പൊതുവെ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരുപാട് അടി വന്നതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ LDFന് വീണ്ടും തകർച്ചയാണെന്ന് എൻ്റെ അഭിപ്രായം. MLA ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല പ്രവർത്തനങ്ങളാണ്. സജീവമായിട്ട് എല്ലാം പ്രവർത്തനം കാണുന്നുണ്ട്, എല്ലാത്തിനും ഓടി ചാടി എത്തുന്നുണ്ട്. അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റൂല. എന്നാലും ആഗ്രഹം എന്തായാലും ഈ രണ്ട് മുന്നണിയും ഭരിച്ച്
എല്ലാവർക്കും എന്താ പറയുക അസഹനീയമായ അവസ്ഥയിലെത്തിച്ചു. അങ്ങനെയാണെന്നുള്ളത്. BJP വരണം എന്നുള്ളതാണ് ആഗ്രഹം. ഇവിടെ UDF തന്നെ. ഭൂരിപക്ഷം കഴിഞ്ഞ വർഷം നല്ല ഭൂരിപക്ഷം ഉണ്ടാവും, കൂടും. MLA ഇപ്പോൾ നല്ല ഇതന്നെ, നല്ല വർക്കാണ്. പതിറ്റാണ്ടുകളോളം മറ്റൊരു MLA ആയിരുന്നല്ലോ. പക്ഷെ അത് കുറവാണ്. ഇപ്രാവശ്യത്തെ MLA വളരെ കണ്ടീഷനാണ്. KC ജോസഫിനേക്കാൾ എത്രയോ ബെറ്ററാണ് അല്ലേ? നല്ല പ്രവർത്തനമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ വരണം, ഭൂരിപക്ഷം കൂടുകയും ചെയ്യും, അദ്ദേഹം തന്നെ വരികയും ചെയ്യും. ഇരിക്കൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് സാഹചര്യം പഴയതുപോലെ തന്നെ ഉണ്ടാവും. എങ്ങനെയായാലും ആര് തന്നെ മത്സരിച്ച് കഴിഞ്ഞാലും എങ്ങനെയായാലും ഇരിക്കൂർ കോൺഗ്രസിനുള്ള സീറ്റ് തന്നെയാണ്. പക്ഷെ കോൺഗ്രസ് എങ്ങനെ പോയിക്കാനാലും എൻ്റെ ഒരു വിലയിരുത്തൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏകദേശം ഒരു 10, 35, 40 സീറ്റ് താഴെ ഒതുങ്ങും. അത്രേ ഉണ്ടാവുള്ളൂ. LDF വീണ്ടും എന്തായാലും അധികാരത്തിൽ വരും. എന്തായാലും കഴിഞ്ഞ മുമ്പത്തെ MLA വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സജി ജോസഫ് തിരക്കേടില്ല, കുഴപ്പമില്ല. എന്തായാലും എല്ലാത്തിനും ഇരിക്കൂർ മണ്ഡലത്തിൽ പൊതുവെ കാണുന്നുണ്ട്. ഇരിക്കൂർ മണ്ഡലത്തിലല്ല, പൊതുവെ ഇരിക്കൂർ കാണുന്നുണ്ട് ഉള്ള കാര്യം. സത്യം പോലെ പറയണല്ലോ. മുമ്പത്തെ KC ജോസഫ് 25 കൊല്ലം 30 കൊല്ലം ഇവിടെ ഉണ്ടായിട്ട് ഇരിക്കൂർക്കാർക്ക് ആർക്കും അറിയുകയും കൂടി ചെയ്യൂല. മറ്റേ മലയോര മേഖലയിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഈ KC ജോസഫിന് ഇരിക്കൂർക്കാർ ആരും കണ്ടിട്ടില്ല, ഇരിക്കൂർ പഞ്ചായത്തിൽ ആരും കണ്ടില്ല. ഈ സജി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിനെ എന്തായാലും ഇരിക്കൂർ പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് കാണുന്നുണ്ട്. എങ്ങനെയാലും തിരക്കേടില്ല, മോശമില്ല, നല്ലൊരു നേതാവ് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹം LDF ജയിക്കണം എന്നാണ് ഇരിക്കൂർ, പക്ഷേ UDF ജയിക്കാൻ തന്നെ സാധ്യത ഉള്ളൂ. ജയിക്കണമെന്നാണ് ആഗ്രഹം. അത് ജെയിംസ് മാത്യുള്ള സമയത്ത് ഒരു മത്സരിക്കുന്ന സമയത്ത് കിട്ടിപ്പോയി എന്ന് വിചാരിച്ചതാണ്. ശരി, അതുപോലത്തെ ഒരു ഇത് എന്തായാലും കിട്ടാൻ ചാൻസ് വളരെ കുറവ് തന്നെയാണ്. എന്തായാലും ഇരിക്കൂർ കിട്ടൂല. എന്ത് തന്നെയായാലും പൊതുവെ അങ്ങനെയാണ്. ന്യൂനപക്ഷ മേഖലയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഭൂരിപക്ഷ മേഖല കുറവായതുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. ഇരിക്കൂർ സജീവ് ജോസഫ് ഉറപ്പിച്ച സീറ്റാണ്. ഇത് ഉറച്ച സീറ്റാണ് ഇരിക്കൂർ മണ്ഡലം. ഇപ്പോൾ സാധാരണ KC ജോസഫ് ജയിക്കുന്ന മണ്ഡലമാണ്. അതിപ്പോൾ സജീവ് ജോസഫ് ആണ് ജയിക്കുക. പിന്നെ ഒരു 100 ചില്ലറ സീറ്റ് വാങ്ങിയിട്ട് UDF അധികാരത്തിൽ വരും. നല്ല അടിപൊളി പ്രവർത്തനമാണ്. കാരണം ഈ മറ്റേ KC ജോസഫ് മലയോര മേഖലയാണ് നോക്കല്, ഇരിക്കൂറൊന്നും ചെയ്യില്ല. ഇപ്പോൾ ഈ സജീവ് ജോസഫ് വന്നതിൻ്റെ ഇപ്പോൾ ഇരിക്കൂർ ഈ ഭാഗമെല്ലാം നല്ല ഉഷാറാക്കി. സ്കൂളിന് ഇവിടെ എല്ലാം മാമാനമ്പലത്തിൽ ഇവിടെ എല്ലാം നല്ല പ്രവർത്തനമാണ്. ഇരിക്കൂർ അധികം ഉണ്ടായിട്ടുണ്ട്. മറ്റേ MLA കാണാൻ കുറവുണ്ട്. KC ജോസഫ് ആകുമ്പോൾ അങ്ങ് എവിടെയൊക്കെ ഉണ്ടാവുക. ഇത് ഈ വിളിക്കൽ കാരണമായതുകൊണ്ട് ഇയാളെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ജനങ്ങൾ ആവശ്യം അറിഞ്ഞ് നീങ്ങുന്നുണ്ട്. ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുണ്ട്. വ്യക്തിപരമായ പ്രവർത്തനം കൊണ്ട് അയാൾക്ക് ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുണ്ട്. നല്ല പ്രവർത്തനമാണ്. ഇരിക്കൂർ സാധാരണ UDF ജയിക്കുന്ന സീറ്റാണ്. ആ സാധ്യത അതേപോലെ നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും മാറ്റമൊന്നും പ്രതീക്ഷിക്കാനുണ്ട്. ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൽ ചെറിയ മടുപ്പുള്ളത് കൊണ്ട് നിഷ്പക്ഷരായ ആളുകളൊക്കെ വോട്ട് ചെയ്യുന്നതിന് മടിക്കും അവർക്ക്. അപ്പം എന്നാൽ ഇദ്ദേഹത്തിന് ഇവിടെ നിലവിലുള്ള MLAക്ക് ഭൂരിപക്ഷം കൂടും. കുഴപ്പമില്ല. സജീവമായൊരു സാധാരണക്കാരനായിട്ട് പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. KC ജോസഫിനെ അപേക്ഷിച്ച് കുറെ കൂടെ ആൾ ആക്റ്റീവാണോ? KC ജോസഫിനെ അപേക്ഷിച്ച് ആക്റ്റീവാണെന്ന് ചോദിച്ചാൽ KC ജോസഫ് കോട്ടയംകാരനാണ്. പക്ഷേ അയാൾ വർഷങ്ങളോളം ഇരിക്കൂറിലെ ഓരോ തരി മണ്ണും മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ്. അല്ല അവിടെ ഇരുന്നാലും അയാളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിരുന്നു. അദ്ദേഹം നാട്ടുകാരനാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ചെയ്യാനുള്ള ധാരാളം അവസരങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ UDFന് തന്നെയാണ് സാധ്യത വിജയം. LDFന് കുറവ് തന്നെയാണ്. എങ്ങനെയാണ് MLAയുടെ പ്രവർത്തനം മോശമൊന്നുമില്ല, അത്ര വേറെ മോശമൊന്നും പറയാനൊന്നുമില്ല. നല്ല ഇത് തന്നെയാണ്. സംസ്ഥാനത്ത് UDF വരും, ഉറപ്പ്. അതുകൊണ്ട് ഈ ഭരണത്തിൻ്റെ ഇത് കളി മോശം തന്നെ, കുറേ ഭാഗം മോശം തന്നെ. സംസ്ഥാനത്തിലുള്ള ഭരണ മാറ്റം ആവശ്യമാണ്, വളരെ അനിവാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള വളരെ പോരായ്മയുണ്ട്. വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘദൃഷ്ടിയില്ലാത്ത വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം എന്നുള്ള ഒരു ബോധ്യമില്ലാത്ത രീതിയിലാണ് പിന്നെ അടുത്ത കാലത്തായിട്ടുള്ള സർക്കാരിൻ്റെ സമീപനം. വരുന്ന തലമുറക്കും ജീവിക്കേണ്ട രീതിയിൽ പ്രകൃതിയെയും കൂടി സംരക്ഷിച്ച് വേണം സർക്കാർ ഭരിക്കേണ്ടത്. അത് മാത്രമേ പറയാനുള്ളത്. പറയാന്ന് വെച്ചാൽ കുറച്ചൊക്കെ വളരെ മോശമാണ്. ശ്രദ്ധിക്കാതെ നമ്മളെ മുഖ്യമന്ത്രി ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു കുഴപ്പം ഇന്ന് കേരളത്തിലെ ഓരോ സംഭവങ്ങളും കുട്ടികളെ വിദ്യാഭ്യാസം ഓവറായിപ്പോയതിൻ്റെ പേരിലും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ ഓരോന്ന് കാണുന്നുണ്ടല്ലോ ആക്സിഡൻറ്റ് പരമായിട്ട് ഇങ്ങനെ. അതൊന്നും ഇപ്പോൾ സർക്കാരിൻ്റെ ഇടപാടെങ്കില്ല, എന്നാലും പറയാം കുറേ ഭാഗം സർക്കാരിൻ്റെ
പോരായ്മയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതേ അവസ്ഥ തന്നെയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും LDF തന്നെ വീണ്ടും നല്ല വൻഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലെ തന്നെ എന്തായാലും വരും. എങ്ങനെയായാലും LDF തന്നെ നല്ലൊരു തുടർച്ച ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു 100% വിശ്വസിക്കുന്നു. എന്തായാലും വരും. LDF തന്നെ വരണം, എന്നാലേ ശരിയാവും. സാധാരണക്കാരന് ഗുണം കിട്ടണമെങ്കിൽ LDF വരണം, പൈസക്കാർക്ക് ഗുണം കിട്ടണമെങ്കിൽ UDF വന്നാൽ മതി. അതാണ് എൻ്റെ ഒരു ധാരണ. ഇനിയിപ്പോൾ ഇവർ ചിലപ്പോൾ വാഗ്ദാനങ്ങൾ പലതും ഉണ്ടാവും, പക്ഷെ വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് UDF സർക്കാർ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. LDF സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ്. അപ്പോൾ സാധാരണക്കാരന് എന്ത് തന്നെയായാലും ഗുണം കിട്ടണമെങ്കിൽ LDF തന്നെ വരണം. ഞാനും സാധാരണക്കാരനാണ്, അതുകൊണ്ട് ഇതിപ്പോൾ പറയുന്നത് സംസ്ഥാന ഭരണം മാറാൻ ഉറപ്പല്ലേ? ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ശോചനീയമായ അവസ്ഥ. വിവാദങ്ങളുണ്ട്, ഭരണം മോശം തന്നെ. അത് എങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ പ്രചരിപ്പിക്കുന്ന വർഗീയതയൊന്നും വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ അങ്ങനെ വിലപ്പോകുന്ന കാര്യമില്ല. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ പിന്നെ SIR കാര്യത്തിൽ പിണറായി വിജയനും മോദിയും കൂടാതെ നടത്തി കൊണ്ടുവന്നാണെന്നുള്ളൊരു കിംവദന്തി മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചെന്നല്ലാണ്ട് സർക്കാരിനെതിരായിട്ടോ ഇടതുപക്ഷത്തിനെതിരായിട്ടോ യാതൊരു തരംഗവും നിലവിലില്ല. നല്ല അനുകൂലമായ തരംഗമാണ് എല്ലായിടത്തും ഇപ്പോഴത്തെ ഇരിക്കുന്നത്. 100% ഉണ്ടാകണം. അതാണ് ഈ നാടിനാവശ്യം. സീറ്റ് കൂടാനാണ് സാധ്യത. ഒരു 105-110 ഇടയിലുള്ള സീറ്റുകൾ കിട്ടും. സംസ്ഥാന ഭരണം മാറാനാണ് സാധ്യത. എല്ലാവരും സമ്മതിക്കുന്നവർ അംഗീകരിക്കുന്ന ഒരു വസ്തുതയല്ലേ. ഭരണത്തിന് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും കുറേ വ്യതിചലിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി അതിനോട് ധാരാളം ആൾക്കാരില്ല. എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുക എന്നല്ലാതെ മുഖ്യമന്ത്രിയൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് നിശ്ചയിക്കാൻ ഇടതുപക്ഷം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരങ്ങനെ തീരുമാനിക്കുന്ന ഒരു ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ആരെങ്കിലും പ്രഗത്ഭനാരോ വരും. സംസ്ഥാനത്ത് ഭരണം മാറണമെന്നാണ് നമ്മളെല്ലാം അഭിപ്രായം. പൊതുവെ എല്ലാം മാറിയാൽ നല്ലതാണ്. ഭരണം മോശമല്ല, എന്നാലും ഭരണം മാറുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ചിന്താഗതി മാത്രം. സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് പോയി എന്ന് വെച്ചാൽ 100 ചില സീറ്റ് UDFന് മോശം എന്ന് പറഞ്ഞാൽ ഇടിപ്പന്നുള്ള സാധനം നമുക്ക് ഓട്ടോ ഓടിക്കാൻ കഴിയുന്നത്. എത്ര വിലക്കയറ്റം കയറി, എല്ലാ സാധനത്തിനും വിലക്കയറ്റല്ലേ. ഇപ്പം ബ്രേക്ക് എടുക്കുന്ന ചാർജ് മിഞ്ഞാന്ന് ബ്രേക്ക് എടുത്താൽ അത് ചാർജ് 1400 1000 റുപ്യ 1400 എല്ലാവരും കയറ്റില്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. നമ്മൾ 30 റുപ്യ 30 റുപ്യ കൂടുന്നില്ല. നമ്മളെല്ലാ സാധനത്തിനും വില കയറ്റാം. നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മൾ ആരും കടം മേടിക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ളത്. അതുകൊണ്ട് ഏത് സമയത്ത് ഇപ്പോൾ ഇലക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടുന്ന കണ്ടീഷനിലുള്ളത്. മാറേണ്ടതല്ലേ? പ്രതീക്ഷക്കൊത്തുള്ള ഭരണം അല്ല ഇപ്പോഴുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം വർഗീയ ജാതി ശക്തികൾക്ക് പിന്നെ അവരോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഭരണമാണ്. അതിനോട് യോജിക്കാൻ പറ്റില്ല. യുവാക്കൾക്കും മറ്റുള്ളവർക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ളൊരു പദ്ധതികളോ കാര്യങ്ങളോ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട്, ശാസ്ത്രീയ മേഖലയിൽ ഒരുപാടുണ്ട്. പക്ഷെ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ഒരു പിന്നെ തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭം ഇവിടെ ഇല്ല. അവരിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കേരളത്തിൽ പഠിച്ചാലും കർണാടകത്തിലോ പിന്നെ ആന്ധ്രയിലോ തെലങ്കാനയിലോ അല്ലെങ്കിൽ മറ്റു പ്രദേശത്തോ പോയിട്ടാണ് അവർ ജോലി എടുക്കുന്നത്. ഇവിടെ തന്നെ ജോലി അല്ലെങ്കിൽ വിദേശത്തോ പോകുന്നു. പിന്നെ അപ്പോൾ അത് നല്ലതല്ല. ഇവിടെ നിന്ന് പഠിച്ചവർക്ക് ഇവിടെ തന്നെ ഒരു ജോലി കിട്ടുന്ന സംവിധാനം ഉണ്ടാവണോ? അതില്ല. മുഖ്യമന്ത്രി ആരാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സജഷൻ പറയുകയാണെങ്കിൽ VD സതീശനാണ് ഇന്ന് ഒന്നാമതായിട്ട് കാണുന്നത്. അയാളാണ് ഏറ്റവും ബെറ്റർ. കാരണം അഭിപ്രായം പറയുന്നതും പിന്നെ ആ അഭിപ്രായത്തെ ഉറച്ചു നിൽക്കുന്നതും നടപ്പിലാക്കാൻ അയാൾക്ക് താല്പര്യമുണ്ട്. പിന്നെ മുഖ്യമന്ത്രി ആയാലേ പറയാൻ പറ്റൂ അയാൾ എങ്ങനെയാണ് ഏതാണ് എന്ന് പറയാൻ പറ്റൂ. ഇരിക്കൂറിൽ UDF ഭൂരിപക്ഷം കൂട്ടുമോ? പ്രതീക്ഷയുടെ എന്തെങ്കിലും സാധ്യതകൾ ഇവിടെ LDFനുണ്ടോ? കാത്തിരിക്കാം. സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് ഇനി നേരെ പേരാവൂരിലേക്കാണ്, മറ്റൊരു മലയോര മണ്ഡലം.